നമസ്കാരം. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. യൂണിയൻ ബഡ്ജറ്റിനു പിന്നാലെ RBI MPC യോഗമായിരുന്നു പോയ വാരത്തിൽ നിർണായകമായത്. വിപണി പ്രതീക്ഷകൾക്കനുസൃതമായി 5 വർഷത്തിനിപ്പുറം RBI റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചെങ്കിലും അതിന്റെ അലയൊലികൾ മാർക്കറ്റിൽ പ്രതിഫലിച്ചില്ല. ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് മേഖലകളായ റിയൽറ്റി, മെറ്റൽ, ബാങ്ക് തുടങ്ങിയ സെക്ടറുകളിൽ സമ്മിശ്ര പ്രകടനമാണ് കണ്ടത്. ബഡ്ജറ്റിന് ശേഷം 23,800 എന്ന ലെവൽ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തെങ്കിലും ആ മൊമെന്റം നിലനിർത്താനായില്ല. പ്രതിവാരത്തിൽ 0.33% മാത്രം നേട്ടമാണ് നിഫ്റ്റി നൽകിയത്. 1.32% മുന്നേറ്റം നടത്തിയ ബാങ്ക് നിഫ്റ്റിക്ക് പിന്നാലെ സെക്ടറൽ സൂചികകളിൽ മികച്ച നേട്ടം നൽകിയത് ഫാർമ മേഖലയാണ്. നേട്ടം 3.48%. തൊട്ടു പിന്നാലെ 3.46% ഔട്ട് പെർഫോമൻസ് മെറ്റൽ സൂചികയും കാഴ്ചവെച്ചു. 2.12% നേട്ടം IT സൂചിക നൽകിയപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗിൽ കാലിടറിയ FMCG സൂചിക 5%-ലധികം വീണു. കൂടാതെ റിയൽറ്റി മേഖല ഇടിഞ്ഞത് 3.65%. സമ്മിശ്രമായ ലേബർ ഡാറ്റകളും PMI ഡാറ്റകളുമായിരുന്നു കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സൂചികകളെ നയിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.54% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ S&P 500 0.24% ഇടിവും രേഖപ്പെടുത്തി. നാസ്ഡാക്ക് 100 സൂചിക 0.06% പോസിറ്റീവ് ടോണാണ് നിലനിർത്തിയത്. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ ഫെബ്രുവരി 11 നടക്കുന്ന ടെസ്റ്റിമോണിയലാണ് അടുത്ത വാരം അമേരിക്കൻ വിപണികൾ ഉറ്റുനോക്കുന്ന പ്രധാന ഇവന്റ്. മാറിയ ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഫെഡറൽ റിസർവ് സ്വീകരിക്കുന്ന നയങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ഈ ടെസ്റ്റിമോണിയലിൽ നിന്നും അമേരിക്കൻ നിക്ഷേപകർക്ക് ലഭിക്കും. ഒപ്പം ഫെബ്രുവരി 12 അമേരിക്കയുടെ ജനുവരിയിലെ CPI, കോർ CPI ഡാറ്റകൾ കൂടി എത്തുന്നതോടെ US-ന്റെ പണപ്പെരുപ്പത്തിന്റെ ഗതി വിപണിക്ക് വിലയിരുത്താം. തുടർന്ന് ഫെബ്രുവരി 13 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും റിപ്പോർട്ട് ചെയ്യും. അന്ന് തന്നെ ജനുവരിയിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അഥവാ PPI കണക്കുകളും എത്തും. ഈ ഡാറ്റയിലൂടെ ഉൽപാദകരുടെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പത്തെ കൂടി മെഷർ ചെയ്യാൻ നിക്ഷേപകർക്ക് സാധിക്കും. വാരാന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ ജനുവരിയിലെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും എത്തും. റീറ്റെയിൽ ചെലവിലുള്ള പണപ്പെരുപ്പത്തെയും ഡിമാൻഡിനെയും ഇതോടെ നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചതും സമ്മിശ്രമായ ഡാറ്റകളുമായിരുന്നു യൂറോപ്യൻ സൂചികകളെ പോയ വാരം സ്വാധീനിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് 0.25% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ CAC 40 0.29% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. FTSE 100 സൂചിക 0.55% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. യൂറോപ്പിലേക്ക് വരുമ്പോൾ അടുത്തയാഴ്ച വിപണികളെ കാത്തിരിക്കുന്നത് പ്രധാന സമ്പത്ത് വ്യവസ്ഥകളുടെ GDP കണക്കുകളാണ്. ഫെബ്രുവരി 13 വരുന്ന ബ്രിട്ടന്റെ GDP കണക്കുകളാണ് അതിൽ ആദ്യം. അന്നേ ദിവസം തന്നെ വരുന്ന ജർമ്മനിയുടെ CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. തുടർന്ന് ഫെബ്രുവരി 14 യൂറോ സോണിന്റെ GDP കണക്കുകൾ കൂടി എത്തുന്നതോടെ മേഖലയുടെ വളർച്ചയുടെ ഗതി നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. നിരവധി രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ ഡാറ്റകൾ നിക്ഷേപകർക്ക് നിർണായകമാകും. ട്രംപിന്റെ താരിഫ് തീരുമാനങ്ങൾക്ക് തിരിച്ചടിയായി ചൈനയുടെ താരിഫ് നടപടികളുടെ റിഫ്ലക്ഷൻസ് ആയിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികളുടെ ഗതി നിർണയിച്ചത്. ഫെബ്രുവരി 12 വരുന്ന ജപ്പാന്റെ PPI കണക്കുകളാണ് അടുത്ത വാരം ഏഷ്യൻ വിപണികൾ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റ. കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഇടിവാണ് പോയ വാരം കാണാൻ സാധിച്ചത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2% ഇടിവോടെ ബാരലിന് $74.41 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 4.75% ഇടിഞ്ഞ് ബാരലിന് $70.65 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $73.94 തുടർന്ന് $72.63 അപ്സൈഡിലേക്ക് വരുമ്പോൾ $76 ഇത് മറികടക്കാൻ സാധിച്ചാൽ $78 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യപ്പെടും. ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $69.9 തുടർന്ന് $69.32 $68.42 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $71.79 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $73.83 തുടർന്ന് $74.3 ലെവലുമായിരിക്കും റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നത്.
സ്വർണ്ണവിലയിലേക്ക് വന്നാൽ $2,886 എന്ന സർവകാല ഉയരം തൊട്ട് തുടർച്ചയായ 6ാം ആഴ്ചയിലും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 2.09% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് 2,861 എന്ന നിലയിലാണ് സ്വർണം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. വരുന്ന സെഷനുകളിൽ സൈക്കോളജിക്കൽ ലെവലായ $2,900 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് സോണിലേക്ക് കടക്കുന്നതിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടേക്കാം എന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഡൗൺ സൈഡിൽ $2,849 മുതൽ $2,853 റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $2,834 മുതൽ $2,833 റേഞ്ചിലും തുടർന്ന് $2,790 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും ട്രംപിന്റെ താരിഫ് നയങ്ങളും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. വാരാന്ത്യത്തിൽ 1.24% ഇടിവോടെ 87.59 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. സർവകാല ഉയരമായ 87.62 രൂപയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 88 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 87.29 രൂപ എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് 86.92 രൂപയിലും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 86.51 രൂപയും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. പോയ വാരത്തിൽ FIAയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 8,852.31 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIAകൾ 6,449.67 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. MPC മീറ്റിംഗ് തന്നെയായിരുന്നു വിപണിയുടെ ഗതി കഴിഞ്ഞ വാരം നിശ്ചയിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ പലിശ നിരക്കിൽ മാറ്റം വന്നു. 2020 മെയ് മാസത്തിന് ശേഷമുള്ള ആദ്യത്തെ കുറവും 2.5 വർഷത്തിന് ശേഷമുള്ള ആദ്യ പരിഷ്കരണവുമാണിത്. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് നിരക്ക് 6.5% നിന്നും 6.25% എത്തിച്ചു. സ്റ്റാൻസ് ന്യൂട്രലായി തുടരാനും MPC ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നു. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി അഥവാ SDF നിരക്ക് 6% കുറച്ചു. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അഥവാ MSF നിരക്കും ബാങ്ക് നിരക്കും 6.5% പരിഷ്കരിച്ചു. 2025 സാമ്പത്തിക വർഷത്തിലെ RBIയുടെ CPI പണപ്പെരുപ്പ് അനുമാനം 4.8%. 2026 സാമ്പത്തിക വർഷത്തിൽ 4.2% എത്തുമെന്നും RBI പ്രതീക്ഷിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിലെ റിയൽ GDP അനുമാനം 6.75%. ഇനി മാക്രോ തലത്തിലേക്ക് വന്നാൽ ഫെബ്രുവരി 3-ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ റിപ്പോർട്ട് ചെയ്തു. ജനുവരിയിലെ മാനുഫാക്ചറിംഗ് PMI 58-ൽ എത്തുമെന്നായിരുന്നു അനുമാനമെങ്കിലും 57.7 ആയി താഴ്ന്നു. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 4-നെത്തിയ S&P ഗ്ലോബൽ സർവീസസ് PMI 56.6 ആയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുന്ന വാരം ഫെബ്രുവരി 12-ന് CPI കണക്കുകൾ പുറത്തുവരും. ഡിസംബറിലെ 5.22% നിന്നും ജനുവരിയിൽ 4.69% റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അനുമാനങ്ങൾ ഉള്ളത്. അന്നേ ദിവസം തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും റിപ്പോർട്ട് ചെയ്യും. 4.1% എത്തുമെന്നാണ് അനുമാനം. ഫെബ്രുവരി 14-ന് WPI ഇൻഫ്ലേഷൻ കണക്കുകളും അറിയാം. ഡിസംബറിലെ 2.37% നിന്നും 2.5% ഉയരുമെന്നുമാണ് വിലയിരുത്തൽ. അന്നേ ദിവസം തന്നെ WPI ഫുഡ് മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ ഡാറ്റകളും പുറത്തുവരും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഫെബ്രുവരി 14-ന് റിപ്പോർട്ട് ചെയ്യും. ഫെബ്രുവരി 7-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.05 ബില്യൺ ഉയർന്ന് $630.61 ബില്യൺ എത്തി. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പാദഫലങ്ങളായിരുന്നു വിപണിയെ സ്വാധീനിച്ചത്. പവർ ഗ്രിഡ്, ഡിവിസ് ലാബ്, ഗ്ലാൻഡ് ഫാർമ, ടാറ്റ കെമിക്കൽ, SBI എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് പുറത്തുവന്നത്. മൂന്നാം പാദത്തിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും വൈദ്യുതിയുടെ ഡിമാൻഡിൽ കുറവ് വന്നതാണ് ഇതിന് കാരണം. ഡിവിസ് ലാബ് ഡിസംബർ പാദത്തിലെ അറ്റാദായത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 64% വർധനയാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ കമ്പനിയുടെ ഓഹരികൾ 3%-ലധികം ഉയരുകയും ചെയ്തു. ഇന്ത്യൻ ജനറിക് ഇൻജെക്ടബിൾസ് നിർമ്മാതാക്കളായ ഗ്ലാൻഡ് ഫാർമയുടെ മൂന്നാം പാദ ഫലത്തിൽ ലാഭത്തിൽ 7% വർധനവുണ്ടായപ്പോൾ വരുമാനത്തിൽ 10% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
പാരീസിലെയും ബെൽജിയത്തിലെയും സെനക്സിയുടെ പ്ലാന്റുകളിലെ ഉൽപാദന തിരിച്ചടികളാണ് ഗ്ലാൻഡ് ഫാർമയുടെ വരുമാനത്തെ ബാധിച്ചത്. ടാറ്റ കെമിക്കൽസ് 4 പാദങ്ങൾക്കിടയിലെ രണ്ടാമത്തെ നഷ്ടമാണ് മൂന്നാം പാദത്തിൽ റിപ്പോർട്ട് ചെയ്തത്. യുകെയിലെ പ്രവർത്തനങ്ങളിൽ ഒറ്റത്തവണ ചാർജ് ഈടാക്കിയതും സോഡ ആഷിന്റെ ആവശ്യകത കുറഞ്ഞതിനെ തുടർന്ന് വില ഇടിഞ്ഞതുമാണ് ഇതിന് കാരണം. മൂന്നാം പാദത്തിൽ കമ്പനി 530 മില്യൺ രൂപയുടെ സംയോജിത അറ്റ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ് ലോൺ അറ്റാദായം 84% വർദ്ധിച്ച് 16,891 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 9,163 കോടി രൂപയായിരുന്നു. അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്തതിനെയും മറികടന്നായിരുന്നു ബാങ്കിന്റെ പ്രകടനം. വരുൺ ബിവറേജസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഏഷ്യൻ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, നൈക്ക എന്നിവയുടെ റിസൾട്ടുകളോടെയാണ് ആഴ്ചയിലെ ആദ്യ ദിനം തുടങ്ങുന്നത്. FMCG മേഖലയിൽ പൊതുവെ പുറത്തുവന്നത് സമ്മിശ്രമായ പ്രകടനമാണ്. ഗ്രാമീണ ഉപഭോഗം നഗര ഡിമാൻഡിനെ മറികടക്കുന്ന പ്രവണത വരുൺ ബിവറേജസിലും കാണുമോ എന്നതും വിപണി വിലയിരുത്തും. കൂടാതെ മാർജിനിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും നിർണായകമാകും. പ്രഭുദാസ് ലീലാധർ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാം പാദത്തിൽ ഏഷ്യൻ മോട്ടോഴ്സ് അറ്റാദായം 20% വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പങ്കുവയ്ക്കുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര വിൽപ്പനയിലെ വർധനവും കമ്പനിക്ക് നേട്ടമാകും. അങ്ങനെ വന്നാൽ അത് ഓഹരികളിലും പ്രതിഫലിക്കും. നൈക്കയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പാദത്തിൽ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 26.9% വളർച്ച കൈവരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത്. ഫെസ്റ്റീവ് ഡിമാൻഡും BPC സെഗ്മെന്റിലെ മുന്നേറ്റവും വളർച്ചയുടെ സംഭാവന നൽകിയേക്കും. 11-ാം തീയതിയാണ് ലൂപ്പിൻ, വോഡാഫോൺ ഐഡിയ, IRCTC, ബർജർ പെയിന്റ്സ് എന്നിവയുടെ ഏർണിംഗ് നമ്പേഴ്സ് പുറത്തുവരുന്നത്. ഭാരതി എയർടെലിലും ജിയോയിലും കണ്ട മികച്ച വരുമാന വളർച്ച വോഡാഫോണിലും ഉണ്ടായാൽ മേഖലയുടെ മുഴുവൻ ട്രെൻഡ് നിക്ഷേപകർക്ക് വ്യക്തമാകും. താരിഫ് വർധന ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ തുണച്ചാൽ മറ്റൊരു സ്റ്റഡി ക്വാർട്ടർ ആകാനുള്ള സാധ്യതയിലേക്കും വോഡാഫോൺ നീങ്ങും. IRCTCയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പാദത്തിലെ വളർച്ച ഇത്തവണയും തുടരുമോ എന്നതും വിപണി നിരീക്ഷിക്കും. ദുർബലമായ ഡിമാൻഡ് ഏഷ്യൻ പെയിന്റ് ഉൾപ്പെടെയുള്ള പെയിന്റ് കമ്പനികളുടെ മൂന്നാം പാദത്തിൽ തിരിച്ചടിയായപ്പോൾ സമാനമായ ട്രെൻഡ് ബർജർ പെയിന്റ്സിലും തുടർന്നാൽ പെയിന്റ് മേഖലയിലെ സമ്മർദ്ദം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്, മുത്തൂറ്റ് ഫിനാൻസ്, റെയിൽ വികാസ് നിഗം, അശോക് ലൈലൻഡ്, ഭാരത് ഫോർജ് എന്നീ കമ്പനികൾ 12-നാണ് റിസൾട്ട് പുറത്തുവിടുന്നത്. പ്രധാന ഡിഫൻസ് കമ്പനികളുടെ ഓർഡർ പൈപ്പ് ലൈനിലുണ്ടായ മുന്നേറ്റത്തിന്റെ കരുത്ത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്, ഭാരത് ഫോർജ് എന്നീ കമ്പനികളിലും ഉണ്ടാകുമോ എന്നതും നിക്ഷേപകർ ഉറ്റുനോക്കും. റെയിൽവേ മേഖലയിലെ മിക്സഡ് ആയ പ്രകടനത്തിന് പുറമെ RVNLന്റെ കരാർ നേട്ടമൊക്കെ എത്രത്തോളം ഗുണം ചെയ്തു എന്നും റിസൾട്ടുകളിലൂടെ മനസ്സിലാക്കാം. നെറ്റ് സെയിൽസിൽ ഇടിവുണ്ടാകുമെങ്കിലും അറ്റാദായത്തിൽ വർധനയാണ് അശോക് ലൈലൻഡ് മൂന്നാം പാദത്തിൽ പ്രതീക്ഷിക്കുന്നത്. യുണൈറ്റഡ് ബ്രൂവറീസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇപ്ക ലബോറട്ടറീസ്, SJVN, ദീപക് നൈട്രേറ്റ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയുടെ പാദഫലങ്ങളും തൊട്ടടുത്ത ദിവസം അറിയാം. ആഴ്ചയിലെ അവസാന ദിനം പാദഫലങ്ങൾ പുറത്തുവിടുന്നതിൽ പ്രമുഖർ സംവേദന മദേഴ്സൺ, ഗ്ലെൻമാർക്ക് ഫാർമ തുടങ്ങിയ കമ്പനികളാണ്. RBIയുടെ 25 ബേസിസ് റേറ്റ് കട്ട് ഉണ്ടായിട്ടും തുടർച്ചയായ മൂന്നാം ട്രേഡിംഗ് സെഷനിലും ഇടിവോടെയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ഒരു പോസിറ്റീവ് മൊമെന്റം നിഫ്റ്റി കാണിച്ചെങ്കിലും അത് നിലനിർത്താനാകാതെ ആഴ്ചയിലെ അവസാന ദിനത്തിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. MPC മീറ്റിംഗ് ഉടനീളം സൂചിക വോളറ്റൈൽ ആയിരുന്നിട്ടും നിഫ്റ്റി 21-ഡേ EMAയുടെ താഴെ ബ്രേക്ക് ചെയ്യാത്തത് ഷോർട്ട് ടേമിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ ആണെന്നാണ് LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് രൂപക് ദേ പറയുന്നത്. 23,450 മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ട്രെൻഡ് ബുള്ളിഷായി തുടർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 23,700-ഉം 24,050-ഉമായി കൺസിഡർ ചെയ്യാമെന്നും രൂപക് ദേ സൂചിപ്പിച്ചു. എക്സ്പെക്ടേഷൻസ് മാച്ച് ചെയ്ത MPC മീറ്റിംഗ് അവസാനിച്ചതോടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വിപണിയിൽ ഉണ്ടായത് എന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ മാർക്കറ്റ് വളരെ കോഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നതെന്നും അവർ പറയുന്നു. 20-ഡേ EMAയിൽ സൂചിക സപ്പോർട്ട് എടുത്തത് ലോവർ ലെവൽസിൽ നിന്നും ബയേഴ്സ് ആക്റ്റീവ് ആകുന്നതിന്റെ സൂചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ കണ്ടീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ഏരിയയിലുള്ള 23,800 മുതൽ 23,850 എന്ന റേഞ്ച് സൂചികയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കുമെന്നും ഡൗൺ സൈഡിൽ 23,450 മുതൽ 23,400 ലെവൽ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ദുർബലമായ തുടക്കമായിരുന്നുവെങ്കിലും പിന്നീട് ബയേഴ്സ് വിപണിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതാണ് കണ്ടത്.
ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് നിലവിൽ കാണുന്നത് എന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. 50,400 മുതൽ 50,500 വരെയുള്ള റേഞ്ച് ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണായി ആക്ട് ചെയ്യുക. തുടർന്ന് 50,500 മറികടന്നുകൊണ്ടുള്ള ഏതൊരു മൂവ്മെന്റും ഷോർട്ട് ടേമിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലിക്ക് കാരണമായേക്കാമെന്നും സൂചിക 51,000 വരെ ഉയരാനുള്ള സാധ്യതയുമാണ് അവർ പങ്കുവെക്കുന്നത്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ 49,600 മുതൽ 49,500 വരെയാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുക എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. വരുന്ന വാരത്തിൽ വിവിധ പണപ്പെരുപ്പ കണക്കുകളും RBI നിരക്ക് കുറച്ചതുമെല്ലാം വിപണിയുടെ ഗതിയെ സ്വാധീനിച്ചേക്കാം. പണപ്പെരുപ്പ ആശങ്കകൾ ലഘൂകരിക്കുന്നതിന്റെ സൂചനകൾ നൽകിയ RBI നിഗമനം എത്രത്തോളം ശരിയായിരുന്നു എന്നതും ഈ കണക്കുകളിലൂടെ നിക്ഷേപകർ വിലയിരുത്തും. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.